ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി വി MD&CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റിലാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണുന്നത്. ജാപ്പനീസ് നിക്കായ് 225 ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജാപ്പനീസ് ടോപ്പിക്സ് ഇൻഡെക്സും ഇന്ന് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 2000 സ്റ്റോക്കുകളുടെ ഒരു ഗേജാണ് ടോപ്പിക്സ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ രണ്ട് ഇൻഡെക്സുകളും ജാപ്പനീസ് ഇൻഡെക്സുകളും 1989 ഡിസംബറിന് ശേഷം പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഏഷ്യൻ മാർക്കറ്റിലെ ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്ററാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആയിരുന്നു. യൂറോപ്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും ഇന്നലെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബെറ്ററാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലൊരു സീസ് ഫയർ വരുന്നുള്ള ന്യൂസുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഒരുപക്ഷെ ക്രൂഡ് ഓയിലിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $2370 per ounce-നാണ്. നമ്മൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യ വിക്സ് 12.86 ക്ലോസ് ചെയ്തിരുന്നത്. മിനിഞ്ഞാന്ന് അത് 13.21 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം മാർക്കറ്റിനെ കുറിച്ച് വലിയ കോഷൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകൾ ചെറുതായിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിലുണ്ടാക്കാം. അതോടൊപ്പം തന്നെ റെഗുലേറ്റർ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രിഞ്ചൻറ്റ് മെഷേഴ്സൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഓൾറെഡി SME സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഗെയിൻ 90% നിജപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ SME സെഗ്മെൻറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ വലിയ രീതിയിൽ 2-3 ടൈംസ് ഒക്കെ ഹയറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് NSE കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ SME സെഗ്മെൻറ്റിലൊക്കെ വന്നേക്കാം. പക്ഷേ ഓവറോൾ എന്തുസിയാസം അത്ര പെട്ടെന്നൊന്നും മാറാനുള്ള ചാൻസസ് കാണുന്നില്ല. അത്തരത്തിലുള്ള ഇൻഫ്ലോ ആണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ കമ്പനികളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക് എക്സലൻറ്റ് ബിസിനസ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ കല്യാൺ ജുവലേഴ്സ്, RBL ബാങ്ക്, മറ്റ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ് ഈ അപ്ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. LIC IDFC ഫസ്റ്റ് ബാങ്കിൽ സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. 2.68% സ്റ്റേക്ക് 80.63 നിരക്കിലാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് റൈമണ്ട് ലിമിറ്റഡ് ആണ്. നമ്മുടെ തന്നെ ടോപ്പ് പിക്കുള്ളൊന്നാണ്. വീണ്ടും ഒരു ഡീമർജർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഡീമർജ് ചെയ്യാണ്. റേഷ്യോ 1:1. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ റൈമണ്ട് വാങ്ങി സൂക്ഷിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഡീമർജർ നടക്കുകയാണ്. ഈ ഡീമർജറിന് ശേഷമാണ് രണ്ടാമത്തെ റിയൽ എസ്റ്റേറ്റ് ഡീമർജറും അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ 80 ഷെയർ ലൈഫ് സ്റ്റൈലിൻ്റെയും അതുപോലെ തന്നെ അതിനുശേഷം 100 ഷെയർ റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ്റെയും കിട്ടും. അപ്പോൾ 100 ഷെയർ 280 ഷെയറായിട്ട് 3 ലിസ്റ്റഡ് കമ്പനികളായിട്ട് മാറുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഡെറ്റ് ഫ്രീ കമ്പനിയും കൂടിയാണ് റൈമണ്ട്. അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വീണ്ടും കാണിക്കാനുള്ള ചാൻസസ് ആണ്. ഇർക്കോണ് 750 കോടി രൂപ ഓർഡർ കിട്ടിയിരിക്കുന്നത് RVNL നിന്നാണ്. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് 1800 കോടി ബിസിനസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന 7 റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ബോംബെയിൽ പ്ലാൻ ചെയ്യാണ്. പോസിറ്റീവ് ന്യൂസാണ്. സെയില് മറ്റ് PSU സ്റ്റീൽ കമ്പനികളും തമ്മിൽ മെർജ് ചെയ്യുന്നുള്ളൊരു പ്രപ്പോസലുകൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് 2030 കൂടി സെയിൽ മാറും. തീർച്ചയായിട്ടും ഇതിങ്ങനെ നടക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. മറ്റൊരു പോസിറ്റീവ് ന്യൂസ് ബജാജ് ഓട്ടോ വേൾഡിലത്തെ ആദ്യത്തെ
ആദ്യത്തെ CNG ബൈക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 125cc കാറ്റഗറിയിലാണ്. ഫ്രീഡം 125 എന്നാണ് ഇതിൻ്റെ പേര്. 50% ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബജാജ് ഓട്ടോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. നമ്മുടെ തന്നെ സ്ട്രോങ് റെക്കമെൻഡേഷൻസിൽ ഒന്നും കൂടിയാണ്. എല്ലാ കാലത്തും ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നൊരു കമ്പനിയും കൂടിയാണ്. ഈ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. CG പവർ ഒരു ബോംബെ പ്രോപ്പർട്ടി ലീസ്ഡ് ലാൻഡിലുള്ള പ്രോപ്പർട്ടിയാണ്. രഹേജ ഗ്രൂപ്പ് കമ്പനീസായിട്ട് ചേർന്നുണ്ട്. അവിടെ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളും അത് ഡെവലപ്പ് ചെയ്യാനുള്ള നീക്കത്തിലാണ്. CG പവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓൾറെഡി സെമി കണ്ടക്ടർ രംഗത്ത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളിലൊന്നും തന്നെയാണ് CG പവർ. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. ഒപ്പം റെയിൽവേയുടെ പുതിയ ന്യൂസ് വരുന്നു. 10,000 non-AC കോച്ചുകൾ കൂടി വീണ്ടും ഈ വർഷം അടുത്ത വർഷമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വാഗൺ മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ജൂപ്പിറ്റർ വാഗൺസ്, ടിറ്റഗ്ര റെയിൽവേ, ടെക്സ്മാക്കോ, അതുപോലെ തന്നെ RK ഫോർജിങ്സ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ഇന്നത്തെ ന്യൂസ് റൂസ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള കോസ്റ്റ് അല്ലെങ്കിൽ കൺസേൺസൊക്കെ പല അതോറിറ്റികളും പറയുന്നുണ്ട്. അതിനനുസരിച്ചൊരു സ്ട്രിഞ്ചൻറ്റ് മെഷറൊക്കെ റെഗുലേറ്റർ എടുത്തേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മുടെ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ബെറ്റർ തന്നെയാണ്. ഇനി ബഡ്ജറ്റും അതുപോലെ തന്നെ അടുത്ത ആഴ്ച മുതൽ പുറത്തു വരുന്ന Q1 റിസൾട്ടുകളാണ്. ടെക്നോളജി ഷെയറുകളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകൾ കാഴ്ചവെക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം പല ബാങ്കിങ് സ്റ്റോക്കുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് കാഴ്ചവെച്ചേക്കാം. ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് Q1 ബെറ്റർ ആയിരിക്കുന്നത് തന്നെയാണ്. ഒപ്പം ബഡ്ജറ്റും ബെറ്റർ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു കോഷൻ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. ഓവറോൾ നമ്മൾ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റിൽ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.